കട്ടിലിന്റെ അടി ഇരുന്നതാ, ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നു. ഇവർക്ക് എന്തോത്തിന്റെ സൂക്കേട്? നിനക്കറിയണോ? എന്റെ പൊന്നു പെണ്ണുമ്പോളെ വല്ലപ്പോഴെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഇല്ല, വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ തെറ്റാടാ, എന്റെ തെറ്റ്. ഞാനൊരു കാര്യം ചോദിച്ചില്ല, ഞാൻ എന്തോ ഉപ്പുമാങ്ങ കച്ചവടം ഉണ്ടോ? എനിക്ക് നിങ്ങളുടെ പറഞ്ഞ എന്തിനാ? എന്തിനാ? അതാ ഞാൻ ചോദിച്ചത്. എന്തിനെടുത്തു, എവിടെ കൊണ്ടുപോയി കൊടുത്തു, ഇന്ന് എനിക്കറിയണം. കൊന്നോ എന്റെ തെറ്റാന്നേ ഇതൊക്കെ. നീ ഓരോ പ്രശ്നങ്ങൾ ഈ കുടുംബത്തുണ്ടാകുമ്പോ, ഈ നാട്ടുകാരുടെ അടുത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ ഈ ക്ലീറ്റോ എന്നും പറയും അവൻ ഇറക്കി വിടുന്നു. എന്റെ മനസാക്ഷി കാരണം ഞാൻ നിന്നെ ചെല്ലും ചെലവ് തന്നു ഇവിടെ കെട്ടി താമസിപ്പിച്ച്, അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ എനിക്ക് തന്നത്. എന്റെ ദൈവമേ, ഞാൻ ഭരണി മാറ്റി വെച്ച് എന്തോ ശിക്ഷ നടപ്പിലാക്കാൻ. ചേച്ചി എന്തോ ചെയ്ത് പിള്ളേരൊക്കെ നിക്കണ കണ്ടില്ലേ? പിള്ളേര് കേൾക്കട്ടെ. റൊണാൾഡോ അമ്മന്റെ ഗുണാധികാരം. എന്തോ ഗുണാധികാരം? ഞാൻ മനസ്സാവാതെ അറിയാത്ത കാര്യം നിങ്ങൾ എന്റെ കാര്യം എന്തുവാ? എന്റെ പൊന്നു ലില്ലി, 2 ദിവസം മുമ്പ് നമ്മള് ക്ലീറ്റോനെ വിട്ട് പുതിയ ഭരണി മേടിപ്പിച്ചില്ലേ? കേൾക്കണം. എന്റെ റോസ്മേരിയുടെ നക്ഷത്രം ഭരണി ആയതുകൊണ്ട് ആ വാക്കോ ആ രൂപത്തിലുള്ള ഒരു സാധനം എനിക്ക് ഇഷ്ടമല്ലെന്ന് മക്കൾക്ക് അറിയാമല്ലോ. പിന്നെ ഭരണി മാഞ്ഞു പോയോടാ? അച്ചാച്ചൻ എന്തിനാ ഭരണീന്ന് അച്ചാച്ചനോട് ചോദിക്ക്. പറഞ്ഞോട്, എന്റെ ലില്ലിമോള് പറഞ്ഞു കൊടുക്ക്. ഇവരുടെ ഈ ഊപ്പ ഭരണി എനിക്ക് എന്തിനാണ് ഈ പെമ്പറത്തിന്റെ തലയിലോട്ട് വെച്ച് കയറ്റിക്കൊടു. അതെന്താ തങ്കം പുതിയ ഭരണി? 2 ദിവസം മുമ്പ് നീയല്ലേ വന്ന് പറഞ്ഞത് ഭരണിയില്ലെന്ന്. അപ്പൊ ഇവിടെ ഇരുന്ന പഴയ ഭരണിയെ നിനക്ക് തന്നല്ലേ? അത് തന്നെ, പുതിയ ഭരണിയല്ലേ പഴയതാവുന്നത്. ഇപ്പൊ പുതിയത് നമ്മള് മേടിച്ച അന്നും പുതിയത് മേടിച്ച് ഇപ്പൊ കൊറേ നാള് കഴിഞ്ഞപ്പോ പഴയതായിരുന്നു. അല്ല, ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ പഴയ ഭരണിയല്ലേ? എന്റെ പൊന്നമ്മ, അമ്മ ഇപ്പൊ CBIക്ക് പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അമ്മയുടെ കേസ് കുറച്ച് കഴിഞ്ഞിട്ട് വാദിച്ചാ മതിയോ? ആദ്യം ഞാൻ ഇവന്റെ കാര്യം ഒന്ന് തീർക്കട്ടെ. ഏട്ടന്റെ കയ്യിലല്ലേ അമ്മ കൊടുത്തു വിട്ടത്? പണ്ട് ഭരണി മേടിച്ചത് ക്ലീറ്റോന്റെ കയ്യിൽ കൊടുത്ത് ക്ലീറ്റോ മേടിച്ച് അങ്ങനെ അമ്മ പോയി കിടന്ന് ഉറങ്ങ. അമ്മ ഇച്ചിരി അമ്മയുടെ തന്നെ ആ ഭരണി തന്നെ